ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആലിയാസ് ലിറ്റിൽ ചോയ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും ഇഷ്ടമാവുന്നൊരു പിങ്ക് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇപ്പോൾ റെഡ് വെൽവെറ്റ് കേക്ക് പോലെ തന്നെ വളരെ സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കേക്ക് ടിൻ പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഇതിപ്പോൾ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. ഇനി നമുക്കിത് ഗ്രീസ് ചെയ്ത് വെക്കണം. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് മൈദപ്പൊടി കൊണ്ട് ടെസ്റ്റ് ചെയ്ത് കൊടുത്ത് മാറ്റി വെക്കുക. ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1.25 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പുമാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടിത് 3-4 പ്രാവശ്യം അരിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കേക്ക് നന്നായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് ഒരു 2-3 പ്രാവശ്യം അരിച്ച് വേണം ഉപയോഗിക്കാനായിട്ട്. ഇനി ഇത് മാറ്റി വയ്ക്കുക. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് 100 ഗ്രാമിൻ്റെ ബട്ടർ ചേർക്കണം. അപ്പോൾ നമ്മളിത് അൺസോൾട്ടഡ് ബട്ടറാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ സോൾട്ടഡ് ബട്ടറാണ് ചേർക്കുന്നതെങ്കിൽ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ ഉപ്പ് ചേർക്കുന്നത് സ്കിപ്പ് ചെയ്യാം. ഇനി ബട്ടർ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ബട്ടർ എപ്പോഴും റൂം ടെമ്പറേച്ചറിൽ വേണം ഇരിക്കാനായിട്ട്. ബട്ടറൊക്കെ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് ഐസിങ് ഷുഗർ ചേർത്ത് കൊടുക്കണം. ഐസിങ് ഷുഗർ ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊടിച്ചത് 1/4 കപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ പഞ്ചസാര വളരെ നേർമയായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ബട്ടറും പഞ്ചസാരയും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് ബീറ്റായെങ്കിൽ മാത്രമേ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ വാനില എസൻസും പിന്നെ 1 ടേബിൾ സ്പൂൺ ഹണിയുമാണ്. അപ്പോൾ ഹണി ചേർക്കുമ്പോൾ ഇതിനൊരു എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതും കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1/4 കപ്പ് പാലാണ്. അപ്പോൾ പാലും റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ബൗളിലേക്ക് പറ്റിപ്പിടിച്ചിരിക്കുന്നതൊക്കെ ഒന്ന് സ്ക്രൈപ്പ് ചെയ്തെടുക്കാം. മറ്റൊരു ബൗളിലേക്ക് 3 മുട്ടയുടെ വെള്ളം സെപ്പറേറ്റ് ചെയ്ത് ഒഴിക്കുക. ഈ ബൗളിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഈ കേക്കിന് മുട്ടയുടെ മഞ്ഞ യൂസ് ചെയ്യണില്ല. ഇനി ഇത് 1 മിനിറ്റ് നേരത്തേക്ക് മീഡിയം സ്പീഡിലിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ 1 മിനിറ്റ് നേരം ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാരയിൽ തരി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറേ സമയം ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഏകദേശം ഒരു 2-3 മിനിറ്റ് നേരം മുട്ട ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സോഫ്റ്റ് പീക്ക് ആവുന്നവരെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഒത്തിരി ഓവർ ബീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കും നമുക്കിത് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ബട്ടറും പഞ്ചസാരയും മിക്സിലേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന മൈദ ഒന്നുകൂടി അരിച്ച് ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ ഇടഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന മൈദയുടെ 1/3 ഭാഗം എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ മൈദ ഒറ്റയടിക്ക് ചേർത്ത് കൊടുക്കാൻ പാടില്ല. കുറേശ്ശെയായിട്ട് 2-3 പ്രാവശ്യമായിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മുട്ടയുടെ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ബീറ്റർ തന്നെ യൂസ് ചെയ്യണം എന്നില്ല, വിസ്ക് കൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതിയാവും. ഇനി ബാക്കിയുള്ള മൈദയും മുട്ടയുടെ വെള്ളയുടെ മിക്സും കൂടി ചേർത്ത് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ 3 പ്രാവശ്യമായിട്ട് മുട്ടവെള്ളയും മൈദയും കൂടി കുറേശ്ശെയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് സാവധാനം വിസ്ക് ചെയ്തെടുക്കാം. ബീറ്ററാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ലോ സ്പീഡിൽ ചെറുതായിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ സ്പാറ്റിൽ ഉപയോഗിച്ചിട്ട് ഫോൾഡ് ചെയ്തെടുത്താലും മതിയാവും. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ കേക്ക് ഓവർ മിക്സ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് നന്നായിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പിങ്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക. ഒരു 3-4 ഡ്രോപ്പ് കളർ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിന് ശേഷം ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ പിങ്ക് കളർ ചേർക്കുന്നതുകൊണ്ട് തന്നെ കേക്കിനൊരു നല്ല ടെക്സ്ചർ ഉണ്ടാവും.
അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അത് വേറൊന്നുമില്ല, നമ്മുടെ കയ്യിലുള്ള സ്പാറ്റില ഉപയോഗിച്ചിട്ട് ഇതുപോലെ ആദ്യം ഒന്ന് കട്ട് ചെയ്യുക, പിന്നെ ഫോൾഡ് ചെയ്യുക. ഇങ്ങനെ 2-3 പ്രാവശ്യം ചെയ്യുക. നമ്മുടെ കേക്കിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. വളരെ ജെൻറ്റിലായിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് നമ്മുടെ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കേക്ക് ബാറ്ററിന് ഇതുപോലത്തെ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കേക്കിന് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സോഫ്റ്റ്നെസ്സും ഒരു ബട്ടറി ടേസ്റ്റും കിട്ടുക. അപ്പോൾ ടിന്നിൽ ഒഴിച്ചതിന് ശേഷം മുകൾ ഭാഗം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി കേക്ക് ടിന്ന് ഒന്ന് താഴെ തട്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതും എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ബാറ്റർ നേരത്തെ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിരിക്കുന്ന അവനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഏകദേശം 45 മിനിറ്റാണ് ബേക്ക് ചെയ്യാനെടുത്ത സമയം. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു സ്ക്യൂർ ഉപയോഗിച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. ഇപ്പോൾ സ്ക്യൂറിൽ ഒട്ടിപ്പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടാവും. ഇപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് 10 മിനിറ്റ് ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് കേക്ക് ടിന്നിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഈ കേക്ക് വയർ റാക്കിന് മുകളിൽ കമിഴ്ത്തിയിട്ടതിന് ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം യൂസ് ചെയ്യാം. അപ്പോൾ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കേക്കാണിത്. അപ്പോൾ നമ്മൾ പിങ്ക് കളർ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ ഇതിനകമൊക്കെ നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് കേക്ക് കട്ട് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ഇത് ഫ്രോസ്റ്റിംഗ് ഒന്നും ഇല്ലാതെ തന്നെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി നമ്മൾ ഫ്രോസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇത് 3ആയിട്ടൊന്ന് ലെയർ ചെയ്യാം. എന്നിട്ട് നമുക്കിത് ഫ്രോസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാം. ഇപ്പോൾ കണ്ടു, കേക്കിൻ്റെ ആ പിങ്ക് കളറൊക്കെ ഇപ്പോൾ നന്നായിട്ട് കാണുന്നുണ്ട്. ഇനി ഇതിന് മുകളിൽ ഫ്രോസ്റ്റിംഗ് വേണം എന്നുണ്ടെങ്കിൽ ഈ കേക്ക് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് ഫ്രോസ്റ്റ് ചെയ്തില്ലെങ്കിൽ തന്നെയും ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീൽ ബൗളും പിന്നെ നമ്മുടെ കേക്ക് ബീറ്ററിൻ്റെ വിസ്കും കൂടി നന്നായിട്ട് തണുപ്പിക്കുക. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കണം. അപ്പോൾ വിപ്പിംഗ് ക്രീം നമ്മൾ ഫ്രീസറിലാണ് വെച്ചിട്ടുള്ളതെങ്കിൽ ഇത് വെക്കുന്നതിന് ഒരു 3-4 മണിക്കൂറിന് മുമ്പായിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ ഈ ക്രിസ്റ്റലൊക്കെ ഒന്ന് മാറിയതിന് ശേഷം വേണം നമ്മൾ ബീറ്റ് ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഐസിങ് ഷുഗറും കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഈ വിപ്പിംഗ് ക്രീമൊക്കെ ഹൈ സ്പീഡിലിട്ട് 3-4 മിനിറ്റ് നേരം നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ക്രീമൊക്കെ വിപ്പ് ചെയ്യുമ്പോൾ ഒരിക്കലും സ്പീഡ് കുറയ്ക്കാൻ പാടില്ല. നല്ല ഹൈ സ്പീഡിലിട്ട് തന്നെ ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കണം. ഈ വിപ്പിംഗ് ക്രീമൊക്കെ നന്നായിട്ട് സ്റ്റിഫ് പീക്സ് ആവുന്നത് വരെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഈ വിസ്ക് ഇങ്ങനെ ഇളക്കി നോക്കിയാലും അത് താഴേക്ക് പോവില്ല. നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യുന്ന ബൗളും പിന്നെ ആ ഇലക്ട്രിക് ബീറ്ററിൻ്റെ വിസ്കും നല്ല തണുത്തിട്ട് വേണം ഇരിക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ വിപ്പിംഗ് ക്രീം നന്നായിട്ട് വിപ്പ് ചെയ്ത് കിട്ടുള്ളൂ. അതുപോലെ നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്ത് നമുക്ക് ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 പാർട്ടായിട്ട് എടുത്തിട്ട് ഒന്നിലേക്ക് പിങ്ക് കളറും പിന്നെ ഒന്ന് യെല്ലോ കളറും പിന്നെ ഒന്ന് വൈറ്റ് കളറുമായിട്ടാണ് എടുത്തേക്കുന്നത്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്കിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ഫ്രോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിതിൽ ഫ്രോസ്റ്റ് ചെയ്തതിൻ്റെ വീഡിയോസ് ഡിലീറ്റ് ആയിപ്പോയി, അതുകൊണ്ട് ഇത് ഇട്ടിട്ടില്ല. ഇനി മറ്റൊരു വീഡിയോയിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് കാണിക്കാം. അപ്പോൾ
അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിങ്ക് വെൽവെറ്റ് കേക്കാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.